ഈ രാവിലെ കൊച്ചുവിനെ കുത്തിപ്പൊക്കി പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. രാവിലെ അവനൊരു പ്രത്യേകതരം മൂഡാണ്. പക്ഷെ ഞാൻ അവനെ കുത്തിപ്പൊക്കി നമ്മളിപ്പം രാവിലെ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. കൊച്ചുവാ ഫുഡ് കഴിച്ചോ? മാ ഞങ്ങള് YMCA പോവാണ്. ഇന്ന് കുറേ പണികളുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് വീട് ഫുൾ ക്ലീൻ ചെയ്യണം. പിന്നെ ഒരു ത്രിഫ്റ്റ് സ്റ്റോറിലൊന്ന് പോകണം. എനിക്ക് 1-2 കാര്യങ്ങൾ കിട്ടുമോ എന്ന് നോക്കാനുണ്ട്. അത് പോകണം. അങ്ങനെ ഫുൾ ബിസി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ നമ്മളിപ്പം YMCA പോവുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഇപ്പോൾ എൻ്റെ വ്ളോഗ്സ് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ നമ്മൾ പള്ളിയിൽ പോവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അത് കഴിഞ്ഞ് YMCA പോവും. YMCA പോയിട്ട് വന്നിട്ട് പിന്നെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഉച്ച വരുന്നുണ്ട്. എന്തിനു ബാഗ് എടുത്തേക്കുന്ന? ബാഗിലെന്തുവാ? ബാഗ് നിറച്ചും കുച്ചുവിന്റെ കാർസ് ആണ്. ഓക്കെ, അവിടെ നിന്റെ ഫ്രണ്ട്സിനെ കാണിച്ചോ. കുച്ചു അമ്മ മാച്ചിങ് ഡ്രസ്സിൽ മാത്രം മാച്ചിങ് ഉള്ളൂ. നമ്മൾ രാവിലെ നല്ലൊരു അടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കുച്ചു ലേറ്റ് ആയടാ. ഗോൾഡൻ കൊച്ചു തിരിച്ചു വന്ന് കഴിയുമ്പോ ബാഗ് കേട്ടത്തില്ലേ? അറിയത്തില്ല, അല്ലെങ്കിൽ കേട്ടത്തില്ല. തിരിച്ചോണ്ട് വെച്ചോ. വർക്കൗട്ട് കഴിഞ്ഞു, വേർത്ത് കുളിച്ചു. ഇന്നൊരു കുറച്ചധികം കാലറി അങ്ങ് ബേൺ ചെയ്തു. 600 കാലറീസ്. He was sitting there. ഇല്ല, പോയി കായ്ക്ക് എഴുതി. 11:20 ആയി. ഇല്ല, കായ്ക്ക് എഴുതി, നിനക്ക് ടെസ്റ്റ് ഇടുമെന്ന്. കൊച്ചുവിന് ഇനിയിപ്പം മലയാളം ട്യൂഷൻ ഉണ്ട്. അവനെ കൊണ്ട് ഞാൻ ട്യൂഷൻ ഇരുത്തട്ടെ. ലാപ്ടോപ്പ് പിടി കൊച്ചു. എന്നാ എഴുത്, നിന്റെ ടെസ്റ്റ് ഉണ്ട്. വാ. ഓക്കെ, വൃത്തിയായിട്ട് എഴുത്. അത് ഗായല്ലേ? ഗാന്ന് പറ കൊച്ചു. എനിക്കൊരു രക്ഷയില്ലാത്ത വിശപ്പ്. ഗ്രനോള കഴിച്ചിട്ട് കടയിൽ പോണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാം. അരി ഉൾപ്പെടെ തീർന്നു. അത് കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് തീർന്നില്ല. കുറച്ച് ക്യാഷ് കഴിക്കാം. വീണപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ഓടിക്കടയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. ബാക്കിൽ കുറേ തുണികൾ മടക്കാനായിട്ട് കിടപ്പുണ്ട്. തുണി മടക്കൽ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, പക്ഷെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പുറത്തോട്ട് പോകുന്ന ഉടനെ തന്നെ ഞാൻ സൺസ്ക്രീൻ എങ്ങനെയാണെന്ന് തേക്കും കേട്ടോ. രാവിലെ തേച്ചാണ്. ഒരു 4 to 5 hours ഒരു ഗ്യാപ്പിൽ ഞാനിങ്ങനെ റീഅപ്ലൈ ചെയ്യും. പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പുറത്ത് നല്ല വെയിലാണ്, ഞാൻ നടന്നാ പോകുന്നു. എനിക്കപ്പം മീൻ മേടിക്കണം, അരി മേടിക്കണം. കാറ്റ് ഫിഷ് ഫില്ലറ്റ്സ് ഉണ്ട്, സാൽമൺ പിങ്ക് ഉണ്ട്, ട്യൂണ ഫിഷ് ഇല്ല. കാറ്റ് ഫിഷ് ഫില്ലറ്റ്സ് മേടിക്കാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാൻ പതുക്കെ കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. കുച്ചു ഒച്ച വെക്കല്ലേടാ പ്ലീസ്. കൊച്ചു ഗ്രേപ്സ് വെച്ചോ. How is it? So bad. നല്ല മധുരം, സൂപ്പർ മധുരം. മേടിച്ചിട്ട് വന്ന മീൻ ഞാൻ ചെയ്യാൻ വെച്ചു. അത് ഞാൻ വറുത്തരച്ച മീൻകറി വെക്കാൻ പോവാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ക്യാബേജും വെണ്ടയ്ക്കയും കൂടെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി ചോറ് വെച്ചു. അപ്പൊ ഇനി നമുക്ക് മീൻകറി വെച്ചാൽ മതി. പെട്ടെന്ന് വെക്കട്ടെ. കാറ്റ് ഫിഷ് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവസാനം തിലാപ്പിയാണ് മേടിച്ചത്. കാറ്റ് ഫിഷ് പിന്നെ എനിക്ക് സംശയം ബിബിന് ഇഷ്ടമായിരിക്കുമെന്ന്. ബിബിൻ അങ്ങനെ എല്ലാ മീനും കഴിക്കത്തില്ല, ഞാൻ പിന്നെ എല്ലാ മീനും കഴിക്കും. സോ അപ്പം ഞാൻ കാറ്റ് ഫിഷ് ഒഴിവാക്കിയിട്ട് തിലാപ്പി എടുത്തു. കിപ്പേർഡ് ബീഫ് സ്റ്റേക്ക്. ഓക്കെ, എനിവേ നമ്മുടെ നാട്ടിലെ ഉണക്കർച്ചി പോലെ സംഭവമാണിത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് ഉണക്കാൻ നേരം എന്തോ കുറച്ച് മധുരമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണക്കുന്നത്. പിന്നെ ചെറിയൊരു മധുരത്തിന്റെ ഫ്ലേവർ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ ഉണക്കർച്ചിയൊക്കെ ഇടിച്ച് നമ്മൾ റെഡിയാക്കത്തില്ലേ, ബിബിനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർത്തു കുറച്ചധികം മുളകും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് ഇടിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഈ സംഭവം സെറ്റാക്കി എടുക്കാം. പാരലലി ഇവിടെ മീൻ വറുത്തരച്ച മീൻകറിക്കുള്ള
അരപ്പ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ക്യാബേജും വെണ്ടയ്ക്കയും കൂടെ ഉള്ള മെഴുക്കുവരട്ടി സെറ്റാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ കറിയൊക്കെ വെച്ചു. കറി ഞാൻ ടേബിളിലോട്ട് എടുത്തു വെച്ചു. അപ്പൊ നിങ്ങൾ വാ, കാണിച്ചു തരാം എന്തൊക്കെ കറി വെച്ചെന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഉണക്കറിച്ചി, ബീഫ് ഉണക്കറിച്ചി, ക്യാബേജ് ഉണ്ട്, മീൻകറി ഉണ്ട്. പിന്നെ ചോറുണ്ണാൻ വരുന്ന കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വിവിൻ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കാരണം ഇപ്പം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞത്. ഞാനപ്പോ എനിക്ക് എന്തായാലും വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കാൻ പോവാണ്. കഴിക്കുന്നുണ്ടോ? അവനും കഴിച്ചു, ഞാനും കഴിച്ചു. ഇനി താങ്കൾ കൂടി കഴിച്ചാൽ മതി. എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ ഇന്ന് മേടിച്ചിട്ട് വന്ന തിലാപ്പിയ മീനാലോ. ഇപ്പൊ തിലാപ്പിയ മീന് എൻ്റെ വയറിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുന്നേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം അതിന്റെ അങ്ങനത്തെ പ്രശ്നം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള മീൻകറി വെക്കണം. ഇഞ്ചിയും കൊടമ്പുളിയും മീൻസ് ഇഞ്ചിയുടെ എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ എനിക്കത് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ഞാൻ വെച്ച കറിക്ക് അത്ര ഇഞ്ചി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ വയറിങ്ങനെ വീർത്തു വരാൻ തുടങ്ങി. ആ മീൻ എൻ്റെ വയറ്റിനും പറ്റത്തില്ല. ഞാനത് മറന്നുപോയായിരുന്നു. മിക്കവാറും ഞാൻ കിടപ്പാവോ എന്നൊരു സംശയം. മൈ വയർ ഈസ് സോ സെൻസിറ്റീവ്. വേണ്ട കൊച്ചു വേണ്ട. വീണ tilapia fish. It was tilapia, not sardine. Tilapia you like, right? No. ഒരുമാതിരി സാധാരണ വയറുവേനൊക്കെ ഇങ്ങനത്തെ വരുന്നത് എനിക്ക് ഇഞ്ചി വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ പോകും. കുച്ചുവിനും അങ്ങനെയാണ്. കുച്ചുവിന് ഇങ്ങനെ വയറിന് എന്തെങ്കിലും ട്രബിൾ വരുമ്പോൾ അപ്പം ഞാൻ ഇഞ്ചി വെള്ളം കൊടുക്കും, അവനും പോകും. അപ്പോൾ എൻ്റെ വയറ് അതുപോലെ അവനെ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വയറ് ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് ഇങ്ങനത്തെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരും. അപ്പം ഞാനിപ്പം ഒരു 3/4 ഗ്ലാസ് ഇത് കുടിച്ചു. പതുക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് വരുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കിടന്നിട്ട് പതുക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി തുണി മടക്കൽ, അത് ചെയ്യാൻ പോവാണ്. ഹലോ, ഐ ആം ഓൾ സെറ്റ് നൗ. എൻ്റെ വയറിനൊക്കെ പമ്പ കടന്നു. ഇനി ഈ ബാക്കിൽ കിടക്കുന്ന ഈ തുണികളുടെ തലവേദനയും കൂടെ ഉള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ആരെങ്കിലും ഒരു തുണി മടക്കുന്ന മെഷീനോ റോബോട്ടോ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ അറിയിക്കുക. അപ്പോൾ കുച്ചു എന്നെ ഇവിടെ ക്ലീനിങ് ചെയ്ത്. അപ്പം മുകളിലത്തെ ഫ്ലോറ് ഞാൻ അത്യാവശ്യം ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ താഴെ പോയിട്ട് താഴെയും കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അത് കഴിയുമ്പോൾ കഴിയും പരിപാടി. എന്നിട്ട് ചായ കുടിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്വസ്ഥത കൊടുക്കൂ ഉച്ചു, വരൂ അപ്പ. എന്റെ ചൂലൊക്കെ ഇളകി വീണു. 4 വർഷമായ ചൂലാണ്. ഇനിയിപ്പോൾ പുതിയ ചൂലൊന്നും മേടിക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ല. ഫൈനലി ഞാൻ ഈ ഒരു ചന്ദനത്തിരി പോലെ കത്തിച്ചു വെക്കും. ചന്ദനത്തിരി ആണോന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എനിക്ക് ഇന്ത്യൻ കടയിൽ നിന്ന് ഞാൻ മേടിക്കുന്നൊരു സംഭവം, നല്ല സ്മെല്ലുണ്ട്. ഇപ്പോൾ ഇത് കത്തിച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഇന്ത്യൻ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തിരി കത്തിച്ചു വെക്കണം. അപ്പോൾ ഇത് ഞാൻ മുകളിലൊക്കെ പോയിട്ട് മുകളിലൊക്കെ ഒരു റൗണ്ട് ഇതൊന്ന് മണപ്പിച്ചിട്ട് വരട്ടെ. എല്ലായിടത്തും കുറച്ച് മണം കിട്ടട്ടെ. ഇതോടുകൂടി ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, കണ്ണാടി നോക്കി പറയണോ ഫോണിൽ നോക്കി പറയണോ? എനിക്ക് ഫുൾ കൺഫ്യൂഷനായല്ലോ. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. എക്സെപ്റ്റ് ഞാനൊരു ത്രിഫ്റ്റ് സ്റ്റോറിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു വയറുവേദന വന്ന കാരണം എൻ്റെ ഒരു പ്ലാനിങ് അവിടെ പാളിപ്പോയി. അപ്പം നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ പറഞ്ഞു പോലെ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോവാണ്. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ YMCAയിൽ ജിമ്മിൽ പോവും, തിരിച്ചു വരും, ഫുഡ് കഴിക്കും. ഇതൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വാഷ്റൂമിൽ കൈ കഴുകാൻ വന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ.